ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു PYQ ആണ്. 46/2026 ചോദിച്ച ഒരു PYQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയെ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ, പാർലമെന്റ്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഇന്ത്യൻ ഭരണഘടനയെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്ന് കടം കണ്ടത്? സോവിയറ്റ് യൂണിയൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കുളച്ച യുദ്ധം നടന്ന വർഷം 1741-ലാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക അരുണ ആസിഫ് അലി. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹരണ പ്രസ്ഥാനം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? കഥക് ഉത്തർപ്രദേശിന്റെ കലാരൂപമാണ് കഥക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യയാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നവി മുംബൈ. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആൻസർ, മഹാത്മാഗാന്ധി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജാനുവരി 10-ന് നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന്റെ ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്? സോവിയറ്റ് യൂണിയന്റെ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ്. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് 2023 JC ഡാനിയൽ പുരസ്കാരം അർഹനായ വ്യക്തിയാണ് ഷാജി N കരുൺ. ഇന്ത്യയിലെ ഖാരിഫ്, റാബി, സൈദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയെല്ലാം ശരിയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലിക കാർഷിക കാലമാണ് സൈദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവ കൃഷിയിലാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ചുവടെ തന്നിരിക്കുന്ന ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്താനാണ്. 1ഉം 2ഉം തെറ്റാണ്. 3ഉം 4ഉം ശരിയാണ്. 3 എന്താണ്? ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവപ്പ് മണ്ണാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവപ്പ് മണ്ണാണ്. ഇത്രയുമാണ് ശരിയായിട്ടുള്ള. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഇവയെല്ലാമാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡമാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ സവിശേഷത ഉൾപ്പെടാത്തത് എന്തൊക്കെയാണ്? ഉൾപ്പെടാത്തതെന്ന് വെച്ചാൽ ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം ഇവയെല്ലാമാണ്. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്.
ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാണ് ശുഭാംശു ശുക്ല. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ്? കിഴക്ക്. നദികൾ അവയുടെ ഉത്ഭവസ്ഥാനമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് 4 മാത്രമാണ്. പമ്പ നീലഗിരിയാണ് ശരിയല്ലാത്തത്. നെയ്യാർ അഗസ്ത്യമലയാണ്. പെരിയാർ ശിവഗിരിമല. ഭാരതപ്പുഴ ആനമല. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 1ഉം 4ഉം ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഏത് എന്ന് പറയുന്നത് ആലപ്പുഴ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. സുഭോജനം എന്ന് പറയുന്നത് ശുചിത്വമുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണം വിതരണം ഉറപ്പാക്കുക. ആശ്വാസം എന്ന് പറയുന്നത് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ എന്നത് നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ്? കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് മത്തിയാണ്. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത് വയനാടും ഇടുക്കിയുമാണ്. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായികതാരം സഞ്ജു സാംസൺ. വേമ്പനാട്ടുകായ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് ആലപ്പുഴ, എറണാകുളം, കോട്ടയമാണ്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുതിയിലാണ്. അപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുതി നിലയത്തിലാണ്. തെർമോസ്ഫിയർ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. താഴെ പറയുന്നവ ശരിയല്ലാത്ത പ്രസ്താവന ഏതെല്ലാമാണ്? ശരിയല്ലാത്ത പ്രസ്താവന 1ഉം 2ഉമാണ്. 3 ശരിയാണ്. കേരളത്തിലെ അമൃത് ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചത്. തെറ്റായ പ്രസ്താവന 1 മാത്രമാണ്. 2ഉം 3ഉം ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്താൻ 2ഉം 3ഉം. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച രാജ്യം വീരചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേം രാജ്. 1990 കാർഗിൽ യുദ്ധകാലത്ത് പ്രവർത്തനങ്ങൾക്ക് വീർചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ R വിശ്വനാഥൻ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് യഥാക്രമം പ്ലെയർ ഓഫ് ദ സീരീസ്, പ്ലെയർ ഓഫ് ദ മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ജസ്പ്രീത് ബുംറ ആൻഡ് വിരാട് കോഹ്ലിയാണ്. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായത് ഏത് എന്ന് വെച്ചാൽ 1ഉം 3ഉമാണ്. യോൺ ഫോസ്ട്രി എന്ന് പറഞ്ഞ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ക്ലൗഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് 2ഉം 3ഉമാണ്. ശരിയായത് എന്ന് വെച്ചാൽ ആസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. റഷ്യൻ യുക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് 2ാമത്തെ പ്രസ്താവനയാണ്. 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിൽ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നത് തെറ്റാണ്. 1ഉം 3ഉം ശരിയാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ചുവടെ പറയുന്നവയെ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ
ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമാണ് മുരിങ്ങ. ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡി എന്ന് പറയുന്നത് 1, 3 കരൾ, പിത്തരസം, ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി. ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് എന്ന് പറയുന്നത് പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം എന്നതാണ് തെറ്റായിട്ടുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? നെല്ലാണ്. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കാട്ടാന. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ലിയോ 14. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യത. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്ന ഏത് യൂണിറ്റിലാണ്? ഡെസിബൽ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജ്ജം സ്ഥിതികോർജ്ജമാണ്. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. ചെറുകുടലിൽ വെച്ചാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 70-110 mg ആണ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ. നൽകിയിരിക്കുന്നവയെ വായുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയവും ചിക്കൻ പോക്സുമാണ്. എയ്ഡ്സ് ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്ന് തെറ്റായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. HIV ബാധിതരുമായുള്ള ലൈംഗികബന്ധം HIV പകരാനിടയാകുന്നു. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗം പകർച്ചയുണ്ടാകാം. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം നിപ്പ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷകഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യമടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് അരി, ഗോതമ്പ്, കപ്പ. COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ 1, 2, 3 ശരിയാണ്. COVID-19 കാരണം കൊറോണ വൈറസ് ആണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിന് എതിരായ രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ECG ആണ് ഒറ്റപ്പെട്ടത്. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ C ആണ് കൊഴുപ്പിൽ ലയിക്കാത്തത്. മൂത്രാശയ രോഗങ്ങളുടെ കാരണം എന്ന് വെച്ചാൽ 1, 2, 3 ശരിയാണ്. മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രം ഒഴിക്കാത്തത്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവയ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാര് ആൻസർ ബാക്ടീരിയകളാണ്. കൊതുജന്യ രോഗം, ശക്തമായ പനി, അസഹനീയമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ആൻസർ ഡെങ്കിപ്പനിയാണ്. ഓക്കെ ഫ്രണ്ട്സ്.